ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ പുതിയൊരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, വിച്ച് ഇസ് One UI 6.1. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പുതിയൊരു ഫീച്ചർ കണ്ടു അതിന് ഗുഡ് ലോക്കിൽ. ഇപ്പോൾ ഗുഡ് ലോക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഗാലക്സി സ്റ്റോറിൽ പോവുക, ഗുഡ് ലോക്ക് അടിച്ചു കൊടുക്കുക, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുതിയ ഫീച്ചർ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഗുഡ് ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ഉണ്ടാവും, ലൈഫ് അപ്പ് ഉണ്ടാവും. അപ്പോൾ ലൈഫ് അപ്പിൽ പോവുക. ലൈഫ് അപ്പിൽ പോയി കഴിഞ്ഞിട്ട് താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ക്യാമറ അസിസ്റ്റൻറ്റ് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഇങ്ങനെ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് വെച്ച് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാമറ അസിസ്റ്റൻറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ക്യാമറയുടെ ഫീച്ചേഴ്സ് അൺലോക്കായി കിട്ടും. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ 2x സൂം ഷോർട്ട് കട്ട്, ഇത് ഡീഫോൾട്ടായിട്ട് ഓഫായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക, അത് ഓൺ ആക്കുക. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് കാണിച്ചു തരാം ആദ്യം. ഇപ്പോൾ 2x സൂം ഷോർട്ട് കട്ട് ഓഫാണ്. അപ്പോൾ ഞാൻ ക്യാമറയിൽ പോവുക. ക്യാമറയിൽ പോകുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ പോകുമ്പോൾ നമുക്ക് 3 ഓപ്ഷന് മാത്രമേ കിട്ടുള്ളൂ: 0.5x, 1x ആൻഡ് 3x. അപ്പോൾ 2xൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ അത് മാത്രം ഒന്ന് ഓൺ ആക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് ഓൺ ആക്കട്ടെ. ഇവിടെ ക്യാമറ അസിസ്റ്റൻറ്റിൽ പോവുക. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ പോകുമ്പോൾ കണ്ടില്ല, എക്സ്ട്രാ 2xൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് 2xൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കി വയ്ക്കുക. ഫീച്ചറാണ് പിക്ചർ സോഫ്റ്റനിങ്. അപ്പോൾ പിക്ചർ സോഫ്റ്റനിങ് ഓഫായിട്ടാവും ഡീഫോൾട്ടായി കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് കുറച്ച് സോഫ്റ്റായിട്ട് വരണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. മീഡിയം വേണമെങ്കിൽ മീഡിയം സെറ്റ് ചെയ്യുക, ഹൈ വേണമെങ്കിൽ ഹൈ സെറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഈ ഫീച്ചർ എനിക്ക് അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് കുറച്ച് സോഫ്റ്റായി വേണമെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക. എനിക്ക് കുറച്ച് എൻ്റെ ഇമേജസ് കുറച്ച് ഷാർപ്പായി കിട്ടുന്നതാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ഇത് ഓഫാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഓൺ ആക്കി വയ്ക്കാം. ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ ഡിസ്റ്റോർഷൻ കറക്ഷൻ, ഓട്ടോമാറ്റിക്കലി ഫിക്സ് ബോയിങ് ഓർ ബെൻഡിങ് ലെൻസ് കോസ് ബൈ ലെൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസിൻ്റെ കുഴപ്പം കാരണം നമ്മുടെ ഫേസ് കുറച്ച് റൗണ്ടായിട്ട് തോന്നിക്കും, ചിലപ്പോൾ ഫിഷായി മാതിരി തോന്നിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ഫീച്ചറാണ് പ്രയോറിറ്റൈസ് ഫോക്കസ് ഓവർ സ്പീഡ്. അപ്പോൾ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വെയിറ്റ് ഫോർ ദ ക്യാമറ ടു ഫിനിഷ് ഫോക്കസിങ് ബിഫോർ ട്രിഗറിങ് ദ ഷട്ടർ. ദിസ് മേ ഡിലേ ദ ഷട്ടർ സ്ലൈറ്റ്ലി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സമയം എടുത്തിട്ട് നന്നായിട്ട് ഫോക്കസ് ലോക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യും ഫോട്ടോസ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്ടാവുക എന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്, ഷട്ടർ ഡിലേ കുറച്ച് അധികം ഉണ്ടാവും. അതേമാതിരി ഒരു ഗുണമുണ്ട്, നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോ അത്രയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക. നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെയോ പീപ്പിൾസിൻ്റെയോ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇത് കുറച്ച് യൂസ്ഫുള്ളായ ഫീച്ചറാണ്, അതുകൊണ്ട് ഞാൻ ടേൺ ഓൺ ആക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഇൻ ഫോട്ടോ മോഡ്. അപ്പോൾ ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ പോവുക. ക്യാമറയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഫോട്ടോ മോഡിലാണല്ലോ, അപ്പോൾ ഫോട്ടോ മോഡിൽ നമ്മൾ ഷട്ടർ ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. പക്ഷേ ഈ ഷട്ടർ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിൽ സ്വൈപ്പ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഷട്ടർ ബട്ടൺ വിട്ടുടനെ തന്നെ ആ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. പക്ഷേ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക, ഇവിടെ ലോക്കിൻ്റെ ഓപ്ഷൻ്റെ അങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ റെക്കോർഡിങ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ഓൺ ആക്കി വെക്കുക. ഫീച്ചറാണ് ടൈമർ മൾട്ടി ഫോട്ടോ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് 1 വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 വേണമെങ്കിൽ 3 വയ്ക്കുക, 5 വേണമെങ്കിൽ 5 വയ്ക്കുക, 7 വേണമെങ്കിൽ 7 വയ്ക്കുക. ഇപ്പോൾ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ടൈമർ സെറ്റ് ചെയ്യുമല്ലോ. ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈമർ കഴിഞ്ഞിട്ട് എത്ര ഫോട്ടോസ് എടുക്കണം, എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് എത്ര ഫോട്ടോസ് എടുക്കണം. ഇപ്പോൾ ഞാൻ 3 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്യാമറയിൽ പോവാം. ക്യാമറയിൽ പോയിട്ട് ഒന്ന് ടൈമർ ഒന്ന് കൊടുക്കുക, 2 സെക്കൻഡ്സ്. ഞാൻ എൻ്റെ കൈയോടെ വയ്ക്കാം. ഇപ്പോൾ 3 ഫോട്ടോയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷട്ടറിൽ തന്നെ 3 ഫോട്ടോസ് എടുക്കുന്നതാണ്. കുറച്ചൊരു 1 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. 1, 2, 3 കണ്ടില്ലേ? ഇതുമാതിരി 3 ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് വല്ല ഗ്രൂപ്പ് ഫോട്ടോസ് വല്ലതും എടുക്കുകയെന്ന് വെച്ചാൽ ഈ ഫീച്ചർ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബാക്ക് വരിക, ബാക്ക് വന്നിട്ട്
നമുക്ക് ഓഡിയോ മോണിറ്ററിങ് അത്ര യൂസ്ഫുള്ളായ ഫീച്ചർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ ഈ ഓഡിയോ മോണിറ്ററിങ് ഫീച്ചർ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു USB ഹെഡ്ഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ വല്ലതും കണക്ട് ചെയ്തിട്ട് ഈ ഫോണിന് വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ആ ഇയർഫോണിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓണാക്കി വെക്കണമെങ്കിൽ വെക്കാം. ഇത് അത്ര യൂസ്ഫുള്ളായ ഫീച്ചർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. വേണമെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാം. അടുത്തതാണ് ക്യാമറ ടൈം ഔട്ട്. അപ്പോൾ ക്യാമറ ടൈം ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഓണാക്കി വെക്കുമല്ലോ, ക്യാമറയുടെ ആപ്പ് ഓണാക്കി വെക്കുമല്ലോ. അപ്പോൾ നമ്മളതിൽ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യണില്ല, വെറുതെ ആ ആപ്ലിക്കേഷൻ ഓണാക്കി വെക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻ ഡീഫോൾട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 1 മിനിറ്റ് ആണ്. അത് 1 മിനിറ്റ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 10 മിനിറ്റ് വരെ വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല, പക്ഷേ ക്യാമറ ആപ്പ് 10 മിനിറ്റ് വരെ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇത് സെറ്റാക്കി വെക്കുക. ഇപ്പോൾ ഇത് 1 മിനിറ്റ് വെക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് ബാറ്ററി കുറച്ച് സേവ് ചെയ്യും. ഇപ്പോൾ 10 മിനിറ്റൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണെന്ന് വെച്ചാൽ ബാറ്ററി നന്നായിട്ട് ചിലവാകും. അപ്പോൾ ഇത് 1 മിനിറ്റ് ആക്കി വെക്കുക. ഫീച്ചറാണ് ഡിം സ്ക്രീൻ വൈൽ റെക്കോർഡിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആഫ്റ്റർ 1 മിനിറ്റ് ഓഫ് നോ ഇൻപുട്ട്, ആഫ്റ്റർ 2 മിനിറ്റ്സ് ഓഫ് നോ ഇൻപുട്ട് ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 1 മിനിറ്റ് വരെ നമ്മൾ സ്ക്രീനിലൊന്നും ടച്ച് ചെയ്യില്ല, ഒന്നും ഇൻപുട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. ഇതുകൊണ്ട് വീഡിയോൻ്റെ ക്ലാരിറ്റി ഒന്നും കുറയില്ല, പക്ഷേ ബാറ്ററി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കും. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 10 മിനിറ്റ്സ് ഓഫ് നോ ഇൻപുട്ട്, അപ്പോൾ 10 മിനിറ്റ് വരെയും നിങ്ങൾ സ്ക്രീനിലൊന്നും ടച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയില്ല 10 മിനിറ്റ് വരെയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഫീച്ചറാണ് ക്ലീൻ പ്രിവ്യൂ ഓൺ HDMI ഡിസ്പ്ലേസ്. ഇപ്പോൾ നിങ്ങൾ HDMI ഡിസ്പ്ലേ ആയിട്ട് ഈ ഫോൺ കണക്ട് ചെയ്യാണ് ക്യാമറ ഓൺ ആക്കുകയാണെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ HDMI ഡിസ്പ്ലേയിൽ ഈ ക്യാമറയുടെ ലേഔട്ടിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സും ഫോട്ടോസും വീഡിയോ മോഡൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ ക്ലീൻ പ്രിവ്യൂ വേണമെങ്കിൽ ഈ ഓപ്ഷൻ ഓണാക്കി വെക്കുക. ഓക്കെ, അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് ക്യാമറ അസിസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്